വെറും 15 സെൻറ്റിമീറ്ററുള്ള ഒരു മുല്ലപ്പൂവിൻ്റെ വള്ളിക്ക് 1,00,000 രൂപ പിഴയായിട്ട് കൊടുക്കേണ്ടി വന്നൊരു സംഭവം മലയാളി നടിയായിട്ടുള്ള നവ്യയ്ക്ക് ഓസ്ട്രേലിയയിൽ സംഭവിച്ചതായിട്ട് പുതിയൊരു വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഓസ്ട്രേലിയയിലെ മെൽബൺ എയർപോർട്ടിൽ വെച്ചാണ് ഇത്തരത്തിലൊരു മുല്ലപ്പൂ കൊണ്ടുവന്നു എന്നുള്ള പേരിൽ പിഴ നൽകിയത്. ആക്ച്വലി എന്താണ് ആ സംഭവത്തിന് പിന്നിൽ? ഇത്രയും നിസ്സാരമായ കാരണത്തിന് എന്തിനാണ് ഒരു പിഴയൊക്കെ കൊടുക്കുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ആരും അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ആരും അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. അതാണ് ബയോ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് മുല്ലപ്പൂ ചിലപ്പോൾ കേരളത്തിലുള്ളവർക്ക് വളരെ ഗന്ധമുള്ളൊരു പൂവും അവരുടെ നൊസ്റ്റാൾജി ഉണർത്തുന്ന കാര്യവും ഓണത്തിൻ്റെ സിമ്പലും ഒക്കെ ആയിരിക്കും. പക്ഷേ കേരളം പോലെയല്ല മറ്റു രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളുമെല്ലാം. അവിടെയുള്ള സസ്യജീവജാലങ്ങളുടെ നിലനിൽപ്പും അവ അവിടെ പരിണമിച്ചു വന്ന സാഹചര്യങ്ങളും അവിടെയുള്ള എക്കോസിസ്റ്റത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനവുമൊക്കെ തന്നെ വളരെ വലുതാണ്. ചരിത്രത്തിൽ മനുഷ്യൻ്റെ കൈകൾ കൊണ്ടും അല്ലാതെയും കൂടുതലും മനുഷ്യൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് നേറ്റീവായിട്ടുള്ള ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഇല്ലാതാകാൻ ഈ തോന്നിയ പോലെയുള്ള ജീവികളെ അങ്ങോട്ടും ഇങ്ങോട്ടും സസ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയത് വളരെ വലിയ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട്. ഇതിന് ഇന്ത്യയുടെ ഉദാഹരണം പറയുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ തിരുവനന്തപുരം ലുലു മാളിൻ്റെ അരികിലൂടെ ഞാൻ കാർ ഓടിച്ചിരുന്നു. ഒരു മാസം തന്നെ പലതവണ ലുലു മാളിലും മാൾ ഓഫ് ട്രാവൻകൂറിലും തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളും കറങ്ങുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിനിടയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച തിരുവനന്തപുരത്തുള്ളൊരു കായലാണ് ആക്കുളം കായൽ. ആക്കുളം പാലത്തിൻ്റെ മുകളിലൂടെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സൈഡ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് വളരെ ഭംഗിയുള്ള കായലോരൊന്നുമല്ല. പകരം പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രത്യേകതരം ചെടി ഈ കായലിനെ മൂടിയിരിക്കുന്നതായി കാണാം. ഒറ്റ നോട്ടത്തിൽ അതൊരു ഹരിതാഭമായിട്ട് തോന്നുമെങ്കിലും സത്യത്തിൽ നമ്മുടെ വനവൽക്കരണത്തിന് വേണ്ടി അക്കേഷ്യയും യൂക്കാലിപ്റ്റസും അതുപോലെ തന്നെ നമ്മൾ റബ്ബറൊക്കെ നട്ട് ഫോറസ്റ്റും മറ്റും ഇല്ലാതാക്കിയതിൻ്റെ മറ്റൊരു വെർഷനാണ് നമ്മുടെ ജലാശയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്കുളം കായലിൻ്റെ മാത്രം പ്രശ്നമല്ല. നമ്മളിപ്പോൾ വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് പോയി കഴിഞ്ഞാലും ഇവിടെ ആലപ്പുഴയിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാലും ഒക്കെ തന്നെ എവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ പറയുന്ന കുളവാഴ അഥവാ വാട്ടർ ഹയാസിന്ത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ഈ വാട്ടർ ഹയാസിന്ത് പണ്ടേ ഉള്ളൊരു കാര്യമാണോ? അല്ല. സത്യത്തിൽ അത് വിദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത അധിനിവേശ സസ്യമാണ്. നമുക്കറിയാം, ഒരു സ്ഥലം മറ്റൊരു സ്ഥലം പോലെയല്ല. അവിടെയുള്ള മനുഷ്യരായാലും ജീവികളായാലും സസ്യങ്ങളായാലും നമ്മൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ആ നേറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ജീവജാലങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും എക്കോസിസ്റ്റത്തെയും ബാധിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവിടെ പല സാഹചര്യങ്ങളിലും ജീവജാലങ്ങൾക്ക് വംശനാശം ഉണ്ടാകുന്നൊരു സാധ്യതയും ഉണ്ടാകും. ഇന്ത്യയുടെ കാര്യമെടുത്താൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് തെക്കേ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെ ബംഗാളിലേക്ക് അലങ്കാര സസ്യമായി ബ്രിട്ടീഷുകാർ കുളവാഴയെ കൊണ്ടുവരുന്നത്. സമൃദ്ധമായ പൂക്കളും നല്ല പച്ചിലകളുമൊക്കെ തന്നെ ആളുകൾക്ക് തുടക്കത്തിൽ ഇഷ്ടപ്പെട്ടുവെങ്കിലും ഇന്ത്യയിലെ ചൂടേറിയ പോഷക സമൃദ്ധമായ വെള്ളത്തിൽ ഈ ജലസസ്യം, അതായത് എയ്ച്ചോർണിയ ക്രാസിപ്പസ് എന്നറിയപ്പെടുന്ന കുളവാഴ കാട്ടുതീ പോലെയാണ് പടർന്നു പിടിക്കുക. ഇതിൻ്റെ വളർച്ചയുടെ വേഗത ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വലിപ്പത്തിൽ നിന്ന് ഇരട്ടി വലിപ്പമായി മാറാൻ കഴിയും. അങ്ങനെ അത് പുഴകളെയും തടാകങ്ങളെയും കുളങ്ങളെയും ശ്വാസം മുട്ടിച്ച് ഇടതൂർന്ന പരവതാനികൾ പോലെ പൊതിയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സസ്യങ്ങളും ജന്തുക്കളും ഒക്കെയുള്ള ജലാശയങ്ങളിൽ ഇത് എത്തിയതോടുകൂടി സൂര്യപ്രകാശം അടിക്കാതെ വെള്ളത്തിലുള്ള പോഷകങ്ങളും ഓക്സിജനും ഒക്കെ വലിച്ചെടുത്തുകൊണ്ട് അത് മീനുകളെ കൊല്ലാനും ചില നേറ്റീവായിട്ടുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാനും അതിലേറെ കായലുകളെയും മറ്റും ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ബോട്ടുകളും ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയും ജലസേചന ചാലുകൾ നഷ്ടപ്പെടുകയും ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുകയൊക്കെ ചെയ്തു. സോ ഇന്നിപ്പോൾ ആസാം മുതൽ കേരളം വരെയുള്ള ഏത് ജലാശയത്തിൽ നോക്കിയാലും നമുക്ക് ഈ കുളവാഴയുടെ സാന്നിധ്യം കാണാം. ഇത് നീക്കം ചെയ്യാനും മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ ഗവൺമെൻറ്റും കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് എന്ന പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെയുള്ള മറ്റൊരു ചെടിയാണ് ലെൻഡാന ക്യാമറ. ഇതാണ് അതിൻ്റെ ഒരു രൂപം. നമ്മുടെ നാട്ടിലെ സ്വതസിദ്ധമായ പേരെനിക്ക് കിട്ടിയില്ല, അറിയുന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. 1800കളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഒരു കുറ്റിച്ചെടിയായിട്ടാണ് ഇതിനെ അവരുടെ മനോഹരമായ പൂന്തോട്ടങ്ങളിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്നത്. അതിൻ്റെ പൂങ്കുലകൾക്ക് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ നിറങ്ങൾ ഉണ്ടാവുകയും കരുത്തുറ്റ വളർച്ചയും ഉള്ളതുകൊണ്ട് ഒരു അലങ്കാര സസ്യമായിട്ട് അത് വിജയകരമായിരുന്നുവെങ്കിലും കൊളോണിയൽ ഹോർട്ടിക്കൾച്ചറിൻ്റെ പ്രതീകമായ ലെൻഡാന അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചുകൊണ്ട് പൂന്തോട്ടങ്ങളിൽ നിന്ന് കാടുകളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ 1.3 കോടി ഹെക്ടറിലധികം വനങ്ങളിൽ ഇത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ഏകദേശം ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആകെ വിസ്തീർണത്തേക്കാൾ വലുതാണ് ലെൻഡാന പടർന്നു പിടിച്ചിരിക്കുന്ന ഇന്ത്യയിലെ വനപ്രദേശങ്ങൾ. ഇത് ഇടതൂർന്ന മുള്ളുകളുള്ള കുറ്റിക്കാടുകളാണ് ഉണ്ടാക്കുക. അതിൻ്റെ താഴെയുള്ള നേറ്റീവായിട്ടുള്ള, അതായത് ഇന്ത്യയിൽ തന്നെ വളരുന്ന സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം കിട്ടാതെ വരികയും വെള്ളവും പോഷകങ്ങളും കിട്ടാതെ അതിനെ നശിപ്പിക്കുകയും വനത്തിൻ്റെ ഘടനയെ അടിസ്ഥാനപരമായി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ലെൻഡാന ഇത്തരത്തിൽ ഇടതൂർന്ന് വളരുന്നത് പലപ്പോഴും കാട്ടുതീക്ക് കാരണമാവുകയും വളരെ വേഗത്തിൽ കാട്ടുതീ പടർന്നു പിടിക്കാനുമുള്ളൊരു റീസണായി മാറുകയും
മാനും ആനയും പോലെയുള്ള മേയുന്ന മൃഗങ്ങൾക്ക് ആഹാരം കിട്ടാതെ വരികയും ഫുഡ് ചെയിനെ ബാധിച്ച് അത് പിന്നീട് വലിയ കടുവകളെയും കരടികളെയും ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. നമുക്കിതിനെ വലിയ രീതിയിലൊന്നും രാസവസ്തുക്കളോ കോടാലിയോ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം അതിനേക്കാൾ ശക്തിയായിട്ട് അത് വളർന്നു വരുന്നുണ്ട് എന്നൊരു പ്രശ്നം കാണാം. ഇനി മറ്റൊന്നാണ് പാർത്തേനിയം ഹിസ്റ്ററോഫോർസ് എന്നറിയപ്പെടുന്ന ഒരു ചെടി. ഇത് ഹിമാലയത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലും മുകൾ ഭാഗത്തും വരെ ശക്തമായി വളരുന്ന ഒരു ഇൻവേസീവ് സ്പീഷീസാണ്. 1950കളിൽ ഇറക്കുമതി ചെയ്ത ധാന്യങ്ങളിലൂടെ നേരിട്ടല്ലാതെയാണ് ഇത് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. രാജ്യത്തിലുടനീളം വ്യാപിച്ചതിനാൽ ഇതിനെ കോൺഗ്രസ് പുല്ല് എന്ന് വിളിക്കാറുണ്ട്. ഇത് റോഡരികുകളിലും കൃഷിയിടങ്ങളിലും വളരെ അക്രമാസക്തമായിട്ടാണ് വളരുന്നത്. മനുഷ്യരിലും കന്നുകാലികളിലും ഗുരുതരമായ ചർമ്മ അലർജികൾക്ക് കാരണമാവുകയും ഡെർമറ്റൈറ്റീസിനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത് വളരുന്ന സ്ഥലത്തുള്ള മറ്റ് ചെടികളുടെ വളർച്ചയെ ഇത് നശിപ്പിക്കുകയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മനസ്സിലായോ എന്താണ് ഞാൻ ഇൻവേസീവ് സ്പീഷീസ് എന്ന് ഉദ്ദേശിച്ചത്? യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ ആയാലും ഈ പറയുന്ന ആഫ്രിക്കൻ മുഷി പോലെയുള്ള മത്സ്യങ്ങളുടെ കാര്യമെടുത്താലും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നായകളെ വളർത്തുന്ന കാര്യമെടുത്താലും ഒക്കെ തന്നെ ഇൻവേസീവ് സ്പീഷീസുകൾക്ക് ഇവിടുത്തെ തനതായ ജീവജാലങ്ങളെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. മാത്രമല്ല, നമ്മൾ വളർത്തുന്ന ഈ ഗപ്പി, സാരിവാലൻ ഗപ്പിയില്ലേ, ഇതിനെയൊക്കെ തന്നെ തോടിൽ കൊണ്ടുവന്നിടുന്നത് തോട്ടിലുള്ള മാനത്ത് കണ്ണി പോലെയുള്ള നാച്ചുറലായിട്ടുള്ള മത്സ്യങ്ങളെ ഇല്ലാതാക്കുന്നതായിട്ടും പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തടയാൻ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. സോ ഇന്ത്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? എന്തുകൊണ്ട് ഓസ്ട്രേലിയ ഇത്തരത്തിൽ വലിയ പെനാൽറ്റികളൊക്കെ വെച്ചിരിക്കുന്നു? ഓസ്ട്രേലിയ മാത്രമല്ല, ന്യൂസിലാൻഡ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന സസ്യങ്ങൾക്കും അതിൻ്റെ സ്പോറുകൾ, ഫംഗസുകൾ, ജീവജാലങ്ങൾ എന്നിവയ്ക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. നമ്മളറിയില്ല, നമ്മുടെ ചെരുപ്പിൽ കാണപ്പെടുന്ന മണ്ണോ നമ്മുടെ കയ്യിലുള്ള ചെറിയ പൊടിയോ മതി ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കാൻ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം. കർശനമായ ബയോസെക്യൂരിറ്റി നിയമങ്ങളുള്ളൊരു ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. അതിന് വ്യക്തമായ കാരണമുണ്ട്. അത് ചരിത്രപരമായിട്ടുള്ളൊരു വിഷയമാണ്. ഓസ്ട്രേലിയ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ദ്വീപാണ്. അവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളായി പുറം ലോകമായിട്ട് അധികം ബന്ധമില്ലാത്തത് കൊണ്ടാണ് നമ്മളവിടെ വ്യക്തമായിട്ടുള്ള ചില വ്യത്യസ്ത ജീവികളെ കാണുന്നത്. എമുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും കങ്കാരുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള ജീവജാലങ്ങൾക്ക് അതിൻ്റേതായ സ്വഭാവമുണ്ട്. വിദേശത്തു നിന്ന് ഒരുപാട് ജീവജാലങ്ങളെയും സസ്യങ്ങളെയും അവിടേക്ക് യൂറോപ്യൻ ശക്തികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആടുകളുടെ കാര്യമായാലും അവിടെയുള്ള പ്രത്യേക തരത്തിലുള്ള കുറുക്കന്മാരുടെ കാര്യമൊക്കെ തന്നെ വളരെയധികം കഷ്ടത്തിലായിരുന്നു. അതൊക്കെ വലിയ കഥയാണ്. എന്നാൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് മുള്ളൻ പയർ അഥവാ ഒപ്പൻഷ എന്ന് പറയുന്ന ഒരു കള്ളിമുൾ ചെടിയുടെ കാര്യമാണ്. 18ാം നൂറ്റാണ്ടിൽ ഒരു അലങ്കാര സസ്യമായിട്ടും കൊച്ചിനിയിൽ എന്നറിയപ്പെടുന്ന ചുവന്ന നിറത്തിന് വേണ്ടി വളർത്തുന്ന പ്രാണികൾക്കും വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ മുൾച്ചെടിയെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇത് കൈവിട്ടുപോയി. നിയന്ത്രണാതീതമായിട്ട് ഓസ്ട്രേലിയയിൽ പടർന്നു പിടിച്ചു. 1920 ആയപ്പോൾ ഈ ഭീമൻ കള്ളിമുൾ ചെടി ക്യൂൻസ്ലാൻഡിലെയും ന്യൂ സൗത്ത് വെയിൽസിലെയും 24 ദശലക്ഷം ഹെക്ടർ കൃഷിയിടത്തിലേക്ക് വ്യാപിച്ചു. വലിയ പ്രദേശങ്ങൾ ഉപയോഗശൂന്യമായി മാറാൻ തുടങ്ങി. കർഷകർ നിരാശരായിട്ട് അവരുടെ കൃഷിഭൂമി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അക്കാലത്ത് ഇതിനെ തടുക്കാൻ കഴിഞ്ഞില്ല. ഒരുതരം ബയോളജിക്കൽ വാർഫെയർ തന്നെ ആവശ്യമായിട്ടുണ്ട് എന്ന് അവിടെയുള്ള അധികാരികൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ കള്ളിമുൾ ചെടിയെ തിന്നില്ലാതാക്കുന്ന ഏതെങ്കിലും ജീവിയുണ്ടോ എന്ന അന്വേഷണമാണ് കാക്ടോബ്ലാസ്റ്റിസ് കാക്ടോറം എന്നറിയപ്പെടുന്ന നിശാശലഭത്തിൽ എത്തി നിൽക്കുന്നത്. 1920കളിൽ തെക്കേ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഈ ശലഭം മുട്ടയിട്ടുണ്ടാവുന്ന പുഴുക്കൾ, ലാർവകൾ കള്ളിമുൾ ചെടിയെ തിന്നു തീർത്തിട്ട് അതിൻ്റെ പാഡുകളും തണ്ടുകളും ഉള്ളിൽ നിന്ന് പൊള്ളയാക്കി അതിൻ്റെ ഒരു വളർച്ചയെ തടഞ്ഞ് ഏകദേശം 10 വർഷം കൊണ്ട് ഇതിൻ്റെ അധിനിവേശം ഇല്ലാതാക്കി. സോ ഇതൊരു ബയോളജിക്കൽ കൺട്രോളാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ ശലഭങ്ങൾ പെറ്റുപെരുകിയപ്പോൾ, അതായത് കാപ്റ്റോബ്ലാസ്റ്റിസ് ഒക്ടോറം പെരുകിയപ്പോൾ മറ്റു പ്രദേശത്തേക്കും അമേരിക്കയിലേക്കും ഇത് വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നേറ്റീവായിട്ട് എന്തുണ്ട്? ഒപ്പൻഷ പോലെയുള്ള കള്ളിമുൾ ചെടികൾ വേറെയുണ്ട്. സ്വാഭാവികമായിട്ടും അവയുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ഭീഷണിയായിട്ട് മാറി. ഈ ഓസ്ട്രേലിയൻ കഥ അമേരിക്കയിലും ആവർത്തിക്കുന്നുണ്ട്. അതായത് കുട്സു, പ്യുനേറിയ മോണ്ടാന വാർലോബാറ്റ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം സസ്യം 19ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തു. റീസൺ എന്താ? മണ്ണൊലിപ്പ് തടയാനും കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാനും. പക്ഷേ ഇതൊരു വള്ളിച്ചെടി പടർന്നു പിടിച്ച് അവിടെയുള്ള പല ജീവജാലങ്ങളെയും ഇല്ലാതാക്കാൻ തുടങ്ങി. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രദേശങ്ങളെ മൂടുകയും മരങ്ങളെയും വൈദ്യുതി ലൈനുകളെയും ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളുടെയും മുകളിലേക്ക് ഇത് വളർന്നിറങ്ങി ശ്വാസം മുട്ടിക്കും. വിഷമൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ തലപ്പുണ്ടല്ലോ, അത് സൂര്യപ്രകാശം തടഞ്ഞിട്ട് അത് മറ്റു മരങ്ങളെയും കുറ്റിച്ചെടികളെയും അതിലൂടെ വളരുന്ന ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നു. സോ അങ്ങനെ ഇത് പ്രേതവനങ്ങളുണ്ടാക്കും. യൂറോപ്പിലേക്ക് വന്നാൽ കഥ മറ്റൊന്നാണ്. ജാപ്പനീസ് നോട്ട് വീഡ് അഥവാ റെയ്നോട്രിയ ജാപ്പോനിക്ക എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ചെടിയുണ്ട്. ഇതിനെ UK കൊണ്ടുവന്നിട്ട് ഒരു അലങ്കാര സസ്യമായിട്ട് വളർത്താൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ വളർച്ച അതിഭീകരമായിരുന്നു. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇതൊരു പേടി സ്വപ്നമായി മാറാൻ തുടങ്ങി.
റൈസോമുകൾ അല്ലെങ്കിൽ ഭൂമിക്കടിയിലെ തണ്ടുകൾ എന്നുള്ള രീതിയിൽ അതിശക്തമായിട്ട് ഇതിൻ്റെ വേരുകൾ വളർന്നു പിടിക്കുകയും കോൺക്രീറ്റിലൂടെയും ടാറിട്ട റോഡുകളിലൂടെയും ഭിത്തികളിലൂടെയും കെട്ടിടത്തിൻ്റെ അടിത്തറയിലൂടെയും തുളച്ചു കയറി ഈ പറയുന്ന സ്ട്രക്ചറുകളെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ UK-യിൽ ഇതൊരു പേടിയായിട്ട് മാറി. ഇത്തരത്തിൽ നോട്ട് വീട് കൊണ്ട് ആക്രമണമുണ്ടായ ഒരു വീടോ സ്ഥലമോ വിൽക്കാനോ മോർട്ടേജിനെടുക്കാനോ പോലും ആളുകൾ പേടിക്കുന്നൊരു സാഹചര്യമുണ്ടായി. സോ ഇതൊരു വലിയ ജോലിയായിരുന്നു. തുടർച്ചയായിട്ട് രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ വലിയ അളവിൽ മണ്ണ് മാറ്റി അതിൻ്റെ ഉറവിടം നശിപ്പിച്ചുകൊണ്ടോ ആണ് പിന്നീട് ആളുകൾ UK-യിൽ ഇതിൻ്റെ ഒരു വളർച്ച ഇല്ലാതാക്കിയത്. ചെടികൾ മാത്രമല്ല, ജീവികൾ മാത്രമല്ല, ചെറിയ സൂക്ഷ്മജീവികൾക്കും വലിയ തോതിൽ ഇൻവേസീവ് സ്പീഷീസുകളായി നിൽക്കാൻ പറ്റും. കൊറോണ ഒരു ഇൻവേസീവ് സ്പീഷീസായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം, കാര്യം ലോകം മുഴുവൻ ബാധിച്ചല്ലോ. പക്ഷേ പല പോക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഡച്ച് എൽം എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. ബാർക്ക് ബീറ്റിൽസ് എന്നറിയപ്പെടുന്ന ഒരു ഫംഗസ് രോഗമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഏഷ്യയിൽ നിന്ന് ഉത്ഭവിച്ച ഈ രോഗം മരങ്ങൾ ഇറക്കുമതി ചെയ്തതിലൂടെയാണ് പല രാജ്യങ്ങളിലേക്കും എത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ദശലക്ഷക്കണക്കിന് എൽമ് മരങ്ങളെ ഈ ഫംഗസ് രോഗം ബാധിക്കാൻ തുടങ്ങി. ബീറ്റിൽസിലൂടെയാണ് വരുന്നത്. വണ്ടുകളിലൂടെ ഈ ഫംഗസ് മരങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ലാൻഡ്സ്കേപ്പുകൾക്ക് സൗന്ദര്യം നൽകിയിരുന്ന എൽമ് മരങ്ങളെ ഇത് നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ യൂറോപ്പിലെയും അമേരിക്കയിലുമുള്ള ഭംഗിയുള്ള പല സ്ഥലങ്ങളും അങ്ങനെ ഇല്ലാതാകാൻ തുടങ്ങി. സോ ഒരു പാത്തോജൻ എങ്ങനെ ഒരു വലിയ വന ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. യൂറോപ്യൻ ചരിത്രത്തിലെ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും കുപ്രസിദ്ധമായ ദുരന്തം എന്ന് പറയുന്നത് ഐറിഷ് ഉരുളക്കിഴങ്ങ് ക്ഷാമമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു അധിനിവേശ സസ്യമായിരുന്നില്ല, പക്ഷേ ഒരു അധിനിവേശ സസ്യരോഗാണുവായിരുന്നു, ഫംഗസ് പോലെ. ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റാൻസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ഉരുളക്കിഴങ്ങ് ബ്ലൈറ്റ് ഫംഗസ് ഉണ്ട്. ഇത് 1840-കളിൽ അയർലൻഡിനെ പിടികൂടാൻ തുടങ്ങി. ഉരുളക്കിഴങ്ങിനെ ബാധിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ പൊട്ടറ്റോ കഴിച്ചിരുന്ന ഐറിഷ് ജനതയ്ക്ക് പെട്ടെന്ന് അവരുടെ ഭക്ഷണം ഇല്ലാതാകാൻ തുടങ്ങി. വർഷങ്ങളോളം വിളകൾ തുടർച്ചയായിട്ട് നശിക്കുകയും വ്യാപകമായ പട്ടിണിക്കും രോഗങ്ങൾക്കും ഇടവന്നു. 10 ലക്ഷം ആളുകൾ അന്ന് മരിക്കുകയും 20 ലക്ഷത്തോളം ആളുകൾ അവിടെ വിട്ടു പോവുകയും ചെയ്തൊരു സംഭവമായിരുന്നു. അയർലൻഡിലെയും അവിടുത്തെ ജനങ്ങളുടെയും വിധി ഇത് അടിസ്ഥാനപരമായിട്ട് മാറ്റിമറിക്കുകയും ഒരു സസ്യത്തിൻ്റെ രോഗാണുവിന് അതിൻ്റെ ജൈവരൂപത്തിൽ നിസാരമെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കും എന്നതിനുള്ളൊരു ഉദാഹരണമായി അത് മാറി. അറ്റ്ലാന്റിക്കിന് കുറുകെ വീണ്ടും അമേരിക്കയിലേക്ക് പോയ സമാനമായ പാരിസ്ഥിതിക നാശത്തിൻ്റെ കഥകൾ നമുക്ക് കാണാം. ക്രൈഫോനെട്രിക്ക പാരസിറ്റിക്ക എന്ന ഫംഗസ് മൂലമുണ്ടാകുന്ന അമേരിക്കൻ ചെസ്റ്റിനട്ട് ബ്ലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ദുരന്തകരമായിട്ടുള്ളൊരു കഥയാണ്. ഒരു കാലത്ത് 4 ബില്യൺ അമേരിക്കൻ ചെസ്റ്റിനട്ട് മരങ്ങൾ കിഴക്കൻ US വനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവ ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും അവിടുത്തെ സൊസൈറ്റിക്കുള്ളൊരു വലിയ റിസോഴ്സുമായിരുന്നു. 1900-കളുടെ തുടക്കത്തിൽ ഏഷ്യൻ ചെസ്റ്റിനട്ടുകൾക്ക് പ്രതിരോധശേഷി ഉണ്ടായിരുന്ന ഒരു ഏഷ്യൻ ഫംഗസ്, ഏഷ്യയിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ ഏഷ്യയിൽ നിന്ന് വന്നൊരു ഫംഗസ് ഇറക്കുമതി ചെയ്ത നഴ്സറി സ്റ്റോക്കിലൂടെ അമേരിക്കയിലേക്ക് എത്തി. പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഈ ടവറിംഗ് ആയിട്ടുള്ള മരങ്ങളുണ്ടല്ലോ, അത് വെറും കുറ്റികളായിട്ട് മാറാൻ തുടങ്ങി. പൂർണ്ണമായി വളരാൻ കഴിയാതെ ഈ ഫംഗസ് തിന്നു തീർത്തു. മുഴുവൻ എക്കോസിസ്റ്റവും തകർന്നു. ചെസ്റ്റിനട്ട് മരങ്ങൾ ഇല്ലാതായത് അതിൻ്റെ കായകളെ ഭക്ഷിച്ചിരുന്ന പല വന്യജീവികളിലും സ്വാധീനം ചെലുത്തുകയും നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. അടുത്തിടെ ഫ്ലോറിഡയിലെയും ബ്രസീലിലെയും ഓറഞ്ച് വ്യവസായത്തെ സിട്രസ് ഗ്രീനിങ് അഥവാ ഹുവാങ് ലോങ്ബിങ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ HLB എന്ന് വിളിക്കുന്ന ഒരു രോഗം കാരണം വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. ഏഷ്യൻ സിട്രസ് സൈലിഡ് എന്നു പേരുള്ള ഒരു ചെറിയ പ്രാണികൾ പരത്തുന്ന ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയൽ രോഗം ഓറഞ്ചിനെ കയ്പുള്ളതും കഴിക്കാൻ പറ്റാത്തതുമാക്കാറുണ്ട്. ഇലകൾക്ക് മഞ്ഞ നിറം നൽകി ഒടുവിൽ അത് മരങ്ങളെ കൊല്ലുകയും ഈ ഓറഞ്ച് വലിയ ഗുണമില്ലാതാവുകയും ചെയ്യും. അങ്ങനെ ഓറഞ്ച് വ്യവസായത്തിന് തകർക്കുന്നൊരു ആക്രമണമായിരുന്നു അത്. വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരിക്കൽ സജീവവും ഉൽപ്പാദനക്ഷമവുമായിരുന്ന തോട്ടങ്ങൾ മുഴുവൻ അവസാനം ആളുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ച് നിരത്തേണ്ട ആവശ്യം തന്നെ ഉണ്ടായി. സോ മോണോകൾച്ചർ അല്ലെങ്കിൽ ഒരു വിഭവം മാത്രം വൻതോതിൽ നടുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ സാധ്യത കൂടുതലാണ്. നെല്ലായാലും റബ്ബറായാലും പയറായാലും തെങ്ങായാലും വാഴയായാലും ഒരു ആക്രമണം ഉണ്ടായാൽ അത് കൃഷിയുടെ ദുർബലത ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളായി മാറും. ഈ ഭീഷണി ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. വാഴപ്പഴത്തിലെ പനാമ രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചും ട്രോപ്പിക്കൽ റൈസ് 4 അല്ലെങ്കിൽ TR4 എന്നറിയപ്പെടുന്ന ഏഷ്യയിലുടനീളമുള്ള വാഴത്തോട്ടത്തെ നശിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം ഫംഗസാണ്. മണ്ണിലാണിത് വളരുക. ഫ്യൂസേറിയം ഓക്സിസ്പോറം FSP ക്യൂബൻസ് എന്നതിൻ്റെ ഈ വളരെ മാരകമായിട്ടുള്ളൊരു വെർഷൻ ചെടിയുടെ വാസ്കുലാർ സിസ്റ്റത്തെ ആക്രമിക്കും. ഇത് ഇലവാട്ടത്തിനും അതിനുശേഷം വാഴ നശിക്കാനും കാരണമാവും. അപ്പോൾ ഇത് ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലുമൊക്കെ വ്യാപിക്കുകയും ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള കാവൻഡിഷ് വാഴപ്പഴത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് വേൾഡിൽ പ്രൊഡക്ഷൻ്റെ പകുതിയോളം വരുന്നൊരു സംഭവമാണ്. വാണിജ്യ വാഴപ്പഴ വിളകളുടെ ജനിതക വൈവിധ്യത്തിൽ ഉണ്ടാകുന്ന അഭാവം കാരണമാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഗോള ഭക്ഷ്യസുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ്. ആഫ്രിക്കയിലേക്ക് വീണ്ടും തിരികെ പോയ കുളവാഴയുടെ കാര്യം നമുക്ക് എടുക്കേണ്ടി വരും. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വിക്ടോറിയ തടാകത്തിലും
നൈൽ നദിയിലും മുഴുവൻ ഇന്ന് അധിനിവേശകാരിയായിട്ട് കുളവാഴ മാറിയിട്ടുണ്ട്. ഇൻപെനിട്രബിൾ ആയിട്ടുള്ളൊരു പരവതാനി പോലെ മത്സ്യബന്ധനത്തെയും അതുപോലെ തന്നെ ജലവൈദ്യുത ഡാമുകളുടെ ഓപ്പണിങ്ങിനെയും ജലസേചന പദ്ധതികളെയും ഈജിപ്തിലെ പ്രധാനപ്പെട്ട കൃഷിയെയും ഒക്കെ തന്നെ ഇന്ന് ഈ കുളവാഴകൾ വളരെയധികം ബാധിക്കുന്നുണ്ട്. സോ ഇത് വൃത്തിയാക്കാൻ മാത്രം ഈജിപ്റ്റ് ഒരു വലിയ തുക അവരുടെ ബജറ്റിൽ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു നിധിയാണ് ഹവായ്. ഏവിയൻ മലേറിയ കാരണം നേറ്റീവായിട്ടുള്ള പക്ഷിവർഗ്ഗങ്ങളെ വലിയ തോതിൽ ഇല്ലാതാക്കിയ ഒരു സംഭവം ഹവായിൽ ഉണ്ടായിട്ടുണ്ട്. പ്രോട്ടോസോവൻ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം റെലിക്റ്റം എന്ന് പറയുന്ന ഒരു ചെറിയ സൂക്ഷ്മജീവി 1800കളിൽ കപ്പലുകൾ വഴി ഹവായിലേക്ക് എത്തി. അപ്പോൾ കൊതുകുകളാണ് ഇത് പരത്തുന്ന ഒരു വാഹകർ എന്ന് പറയുന്നത്. മലേറിയയുമായി സമ്പർക്കമില്ലാതെ പരിണമിച്ച നേറ്റീവായിട്ടുള്ള ഹണി ക്രീപ്പർ എന്ന് പറയുന്ന ഹവായിയൻ പക്ഷികൾക്ക് ഈ ഒരു സൂക്ഷ്മജീവിയുമായിട്ട് പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല തനതായ വർഗ്ഗങ്ങളെയും ഇത്തരത്തിൽ കൊതുകിലൂടെ തുടച്ചു നീക്കപ്പെടാൻ അവിടെ കാരണമായി മാറി. മറ്റുള്ളവയെ വംശനാശത്തിൻ്റെ വക്കിലെത്തിക്കുകയും ചെയ്തു. ഗ്യാമാണ് മറ്റൊരു ഉദാഹരണം. മൃഗങ്ങളുടെ അധിനിവേശത്തിലൂടെ സസ്യങ്ങളുടെ എക്കോസിസ്റ്റം ഇല്ലാതായ ഒരു കഥയാണ് ഗ്യാമിന് പറയാനുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ചരക്കു കപ്പലുകളിൽ അവിചാരിതമായിട്ട് ബ്രൗൺ ട്രീ സ്നേക്കിനെ, അതായത് ബൊയ്ഗ ഇറഗുലാരിസ് എന്ന് പറയുന്ന പാമ്പിനെ ഗ്വാം ദ്വീപിലേക്ക് കൊണ്ടുവന്നു. സോ ഈ ഗ്വാമിൽ സ്വാഭാവിക ശത്രുക്കൾ ഇല്ലാതെ തന്നെ ഇവർ വളരെയധികം വേട്ടക്കാരായിട്ട് മാറി. രാത്രിയിൽ മിക്കവാറും എല്ലാ നേറ്റീവായിട്ടുള്ള വനത്തിലെ പക്ഷികളെയും അതിൻ്റെ മുട്ടകളെയും ഇത് തിന്നു തീർത്തു. അപ്പോൾ അവിടെയുള്ള സസ്യങ്ങൾക്ക് വിത്തുകൾ വിതരണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന പക്ഷികളില്ലാതായപ്പോൾ പല അധിനിവേശ സസ്യങ്ങളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നവ പോലും നിയന്ത്രണമില്ലാതെ പടർന്നു പിടിക്കാൻ തുടങ്ങി. അപ്പോൾ വിത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സസ്യങ്ങളില്ലാതായതോടുകൂടി ആ വനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വാഭാവിക ഘടന മാറാൻ തുടങ്ങി. അങ്ങനെ ജൈവ വൈവിധ്യ ശോഷണം ഉണ്ടാവുകയും വലിയ തോതിൽ പരിസ്ഥിതി പ്രശ്നങ്ങളും ദുരന്തവും അവിടെ ഉണ്ടാവുകയും ചെയ്തു. സോ ഇങ്ങനെയാണ് രാജ്യങ്ങൾ സസ്യങ്ങളെയും നമ്മൾ കൊണ്ടുവരുന്ന പല ജീവികളെയും ഈവൻ അവിടെ നിന്ന് കൊണ്ടുവരുന്ന മണ്ണിനെ പോലും ഒരു സസ്യശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടോ അല്ല, പകരം ആയുധങ്ങളായി കാണാൻ തുടങ്ങിയത്. സസ്യങ്ങളുടെയും വിത്തുകളുടെയും മണ്ണിൻ്റെ പോലും നിയന്ത്രണമില്ലാത്ത സഞ്ചാരം ഒരു നിലനിൽപ്പിനുള്ള ഭീഷണിയാണെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നവ്യയുടെ സംഭവത്തെ കണ്ടതുപോലെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്ന എന്ത് സാധനവും അത് ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നുള്ളതായാലും കർശനമായ ബയോസെക്യൂരിറ്റി നിയമങ്ങൾ വെച്ചാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഹൈലി ട്രെയിൻഡും സെൻസിറ്റീവുമായിട്ടുള്ള ഡിറ്റക്ടർ പോലെ പ്രവർത്തിക്കുന്ന നായ്ക്കൾക്ക് ലഗേജുകളിലും കാർഗോകളിലും തപാലുകളിലുമെല്ലാം ചെറിയ വിത്തുകളോ പഴങ്ങളോ പൂക്കളോ പോലും മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യാത്ത, അവരെ അറിയിക്കാത്തൊരു സാധനം, അതൊരു ആപ്പിളോ അല്ലെങ്കിൽ ചെറിയ മുന്തിരിക്കുലയോ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും ആയിരക്കണക്കിന് ഓസ്ട്രേലിയൻ ഡോളർ പിഴയും ചിലപ്പോൾ നിയമ നടപടികളും നേരിടാൻ ഇടയാക്കും. ഇൻഫർമേഷൻ വ്യക്തമാണ്. ഒരു ഭൂഖണ്ഡത്തിൻ്റെ തനതായ പരിസ്ഥിതിയെ എന്ത് വില കൊടുത്തും മനുഷ്യൻ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസിലാൻഡ് അതിൻ്റെ തനതായ സസ്യജന്തുജാലങ്ങൾക്ക് വളരെ ദുർബലമായ മറ്റൊരു ദ്വീപ് രാഷ്ട്രമാണ്. അവർക്കിതിലും കർശനമായ നിയമങ്ങളാണുള്ളത്. അവിടെ എത്തുമ്പോൾ യാത്രക്കാർ എന്തെങ്കിലും സസ്യവസ്തുക്കളോ ഭക്ഷണമോ അല്ലെങ്കിൽ ഔട്ട്ഡോർ എക്യുപ്മെൻറ്റുകളോ കൊണ്ടുവന്നെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം. ബൂട്ടുകളിൽ മണ്ണില്ലാത്ത രീതിയിൽ വൃത്തിയാക്കണം. കാരണം ഒരു ചെറിയ മണ്ണിൽ നിന്ന് പോലും ഇൻവേസീവായിട്ടുള്ള സീഡ്സോ രോഗാണുക്കളോ വരാനുള്ള സാധ്യതയുണ്ട്. കർശനമായ പെർമിറ്റുകളില്ലാതെ പുതിയ ഉൽപ്പന്നങ്ങളോ വെട്ടിയ പൂക്കളോ സസ്യഭാഗങ്ങളോ ഒന്നും അവിടേക്ക് അനുവദിക്കില്ല. നിയമങ്ങൾ വളരെ കർശനമാണ്. ഒരു ഡിക്ലെയർ ചെയ്യാത്ത ഒരു ചെറിയ ആപ്പിൾ നിങ്ങളുടെ കയ്യിലിരുന്നാൽ പോലും $100 അവിടെയും നിങ്ങൾക്ക് പിഴ ചുമത്തും. സോ ഐസൊലേറ്റഡായി കിടക്കുന്ന ജൈവ വൈവിധ്യത്തിനെ എത്രത്തോളം സംരക്ഷിക്കണമെന്നും നമ്മൾ പുറമേ നിന്ന് അവിടെ പോകുമ്പോൾ എന്തോരം ഭീഷണി ഉണ്ട് എന്നും നമുക്ക് കാണാൻ പറ്റും. യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും അതുപോലെ തന്നെ കാർഗോയുടെ ഫ്ലോയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് 2019 കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത രാജ്യങ്ങൾ EUവിലേക്ക് വരുന്ന മിക്ക സസ്യങ്ങൾക്കും വെട്ടിയ പൂക്കൾക്കും ഒക്കെ തന്നെ ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ആവശ്യമാക്കിയിട്ടുണ്ട്. ഇത് കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തമാണെന്ന് ഉറപ്പു നൽകുന്നു. അപകടകാരിയായിട്ടുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും ഇറക്കുമതി ചെയ്യാനും അവർ അനുവദിക്കാറില്ല. അമേരിക്കയിൽ സിട്രസ് ഗ്രീനിംഗ് പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച പ്രദേശങ്ങളിൽ ഫെഡറൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗങ്ങൾ വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. പുതിയ ഭീഷണികൾക്കായി കാർഷിക വിദഗ്ധർ നിരന്തരം ജാഗരൂകരാണ്. സോ നമ്മുടെ ഭൂമിയിലുള്ള പല സ്ഥലത്തെയും ജൈവ വൈവിധ്യത്തെയും അതിൻ്റെ സംരക്ഷണത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് ഈ ഒരു വാർത്തയിലൂടെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതിലൂടെ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ